ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സ്പർജൻ സാറായിരുന്നു ശുശ്രൂഷിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ലഭിച്ചേനെ. പക്ഷേ സാറിൻ്റെ പനി കാരണം അതിനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് അടുത്ത ആഴ്ച പ്രസംഗിക്കേണ്ട ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ഇടയായത്. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് കൊണ്ട് അടുത്ത ആഴ്ചത്തെ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറി. ഒരാഴ്ച നേരത്തെ ആയെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കൊരു വാക്യം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാനും അങ്ങേ ആരാധിപ്പാനും ഒക്കെ തന്ന വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് കർത്താവെ എറ്റേണലായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നപ്പോൾ, കർത്താവെ അകറ്റപ്പെട്ടവരായിരുന്നപ്പോൾ, അടുക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്തവരായിരുന്നപ്പോൾ, ഞങ്ങളെ നേടാൻ വേണ്ടി അങ്ങ് ക്രൂശിൽ കർത്താവെ ദൈവവുമായിട്ട് അകലാനായിട്ട്, ദൈവം കണ്ണടയ്ക്കാനായിട്ട്, ദൈവം തലതിരിക്കാനായിട്ട്, ദൈവം അവഗണിക്കാനായിട്ട് അങ്ങേ തന്നെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഏകാന്തത അങ്ങേ ഏറ്റെടുത്തല്ലോ കർത്താവെ. ആ ഏകാന്തത നിത്യനായ ദൈവത്തിൻ്റെ ഏകാന്തതയാണ്. അതൊരു കോസ്മിക് അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചിക ഏകാന്തതയാണ് കർത്താവെ. അതൊരു അബ്സല്യൂട്ട് അല്ലെങ്കിൽ ആത്യന്തിക ഏകാന്തതയാണ് കർത്താവെ. ഞങ്ങൾ അനുഭവിക്കുമായിരുന്ന ആ നരക ഏകാന്തതയേക്കാൾ എത്രയോ കഠിനമായ ഏകാന്തത ക്രൂശിൽ, പ്രത്യേകിച്ച് നിൻ്റെ പിതാവിൽ നിന്ന് കർത്താവെ മാറ്റപ്പെട്ടു എന്നുള്ള നിലയിൽ അങ്ങ് അനുഭവിച്ചു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങളെ നിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ കർത്താവെ കുപ്പയിൽ നിന്നുയർത്തി, കർത്താവെ പ്രഭുക്കന്മാർക്കൊപ്പം ഇരുത്തി നിൻ്റെ മക്കളാക്കി മാറ്റി. സ്തോത്രം. മാത്രമല്ല അങ്ങും അതിനുശേഷം വീണ്ടും പിതാവിനോട് ചേർന്ന് സ്വർഗത്തിൽ നിത്യാരാധന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ രാവിലെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല സമയങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവെ ക്രൂശിനെ സഹിച്ച അങ്ങേ കർത്താവെ ഹൃദയ കണ്ണുകൊണ്ട് കണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനെയും ഉയർത്തെഴുന്നേറ്റതിനെയും വീണ്ടും വരുന്നതിനെയൊക്കെ ഓർക്കുവാനായിട്ട് തിരുവത്താഴവും നീ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. അതിന്ന് ആചരിപ്പാനും നീ ഞങ്ങളെ സഹായിച്ചു. എല്ലാറ്റിനായിട്ടും സ്തോത്രം. അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളൊക്കെ പലതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ആ വിഷയങ്ങളൊക്കെ തിരുസന്നിധിയിൽ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങ് സഹായിക്കണം, നടത്തണമേ. ഞങ്ങളിപ്പോൾ തിരുവചനത്തിന് മുമ്പ് ഇരിക്കുന്നു. വചനം നിൻ്റേതാണ് കർത്താവെ. നീയാണ് ഞങ്ങൾക്ക് ശുശ്രൂഷിച്ച് തരേണ്ടത്, നീയാണ് വിളമ്പിത്തരേണ്ടത്. നിൻ്റെ ആത്മാവാണ് അതിനുള്ള കർത്താവെ ആ കണ്ട്യൂറ്റ് അല്ലെങ്കിൽ അതിനുള്ള ചാനൽ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയിലേക്ക് തന്നെ നോക്കുന്നു. ബലഹീനദാസന് ശുശ്രൂഷിപ്പാനുള്ള കൃപയും തരണമേ, യേശു ക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ തന്നെ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കഷ്ടതകളെക്കുറിച്ച് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സജി സഹോദരൻ്റെ ഒരു സീരീസ് തന്നെ 4 ആഴ്ചകളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നും വീണ്ടും നിങ്ങളെ കഷ്ടാനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഞാനും ചെയ്യുന്നത്. അത് ഇയ്യോബിൻ്റെ കഷ്ടതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ വായിച്ച വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ഇയ്യോബിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വായിച്ച് കേട്ടത്. നമുക്കറിയാം ഇയ്യോബിൻ്റെ ഈ കഷ്ടത ഒരു പക്ഷെങ്കിൽ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടത കഴിഞ്ഞാൽ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ കഷ്ടത ഒരു മനുഷ്യൻ അനുഭവിച്ചത് ഒരു പക്ഷെങ്കിൽ ഇയ്യോബിൻ്റേതായിരിക്കാം. നമ്മൾ 2 കൊരിന്ത്യരൊക്കെ വായിക്കുമ്പോൾ പൗലോസിൻ്റെ കഷ്ടതയെക്കുറിച്ചും വായിക്കുന്നുണ്ട്. എന്നാൽ അത് വളരെ ദീർഘമായ ഒരു കാലത്ത് അനുഭവിച്ചാണ്. ഇതാണെങ്കിൽ ഒരു ചുരുങ്ങിയ കാലത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കഷ്ടത അനുഭവിച്ച ഒരു പുരുഷനായിട്ടാണ് നമ്മൾ ഇയ്യോബിനെ കാണുന്നത്. ഏറ്റവും അസഹനീയമായ കഷ്ടത അനുഭവിച്ച ഒരു ദൈവപുരുഷൻ. എന്തുകൊണ്ട് ഇങ്ങനെയൊരു കഷ്ടത ഇയ്യോബിന് ദൈവം കൊടുത്തു?
ദൈവത്തിൻ്റെ ഒരു തമാശയായിരുന്നു? തീർച്ചയായിട്ടും അല്ല. നമുക്കറിയാം, നമ്മുടെ തൊഴുത്തിലൊരു ഒരു പശുക്കിടാവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാളക്കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ മേടിക്കാനായിട്ട് ഒരു കച്ചവടക്കാരൻ വരുന്നു. വീട്ടിൽ ഉടമസ്ഥനും കച്ചവടക്കാരനുമായിട്ട് ചർച്ച നടക്കുന്നു. ഇതിനെക്കുറിച്ച് കാളക്കുട്ടിക്ക് അല്ലെങ്കിൽ പശുവിൻകുട്ടിക്ക് ഒന്നും അറിയത്തില്ല. അവസാനം കുറേ കഴിയുമ്പോൾ, ഇവർ തമ്മിലുള്ള കാശിടപാടൊക്കെ കഴിയുമ്പോൾ ഈ കച്ചവടക്കാരൻ വന്ന് ഇതിനെ അഴിച്ചുകൊണ്ട് പോകുന്നു. ഈ പശുക്കിടാവിന് അല്ലെങ്കിൽ കാളക്കിടാവിന് ഇതിൻ്റെ അർത്ഥമൊന്നും പിടികിട്ടുന്നില്ല. ഇത് എന്നോ കൃതിയാണ്. എൻ്റെ അവകാശ ഭൂമിയിൽ നിന്ന്, എൻ്റെ തൊഴുത്തിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു പരിചയമില്ലാത്ത ഒരന്യന് എന്നെ ഇങ്ങനെ അഴിച്ചുകൊണ്ട് പോകുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ പാവ ഇയ്യോബിൻ്റെ അവസ്ഥ. പുള്ളി ഒന്നും അറിയുന്നില്ല. പുറകിൽ എന്തൊക്കെയോ ചർച്ച നടന്നു. ആ ചർച്ചയുടെ ഫലമായിട്ട് തന്നെ ഒരു വലിയ ഒരു 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 പീഡാനുഭവത്തിൻ്റെ യാത്രയിലേക്ക് ദൈവം നയിക്കുക. വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളത്, ഇയ്യോബ് അറിയാതെ ഇരുന്ന ആ കാര്യം എന്ന് പറയുന്നത്, പിശാച് ദൈവത്തെ വെല്ലുവിളിച്ചതാണ്. ഒരു വേജറായിരുന്നു, ഒരു പന്തയമായിരുന്നു. പിശാചും ദൈവവുമായിട്ടുള്ള ഒരു പന്തയം. ആ പന്തയം നമ്മൾ മുന്നിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിശാച് ദൈവത്തോട് പറയുകയാണ്, നീ ഈ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. എൻ്റെ 10-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നീ അവനെ ഇങ്ങനെ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെച്ചേക്കുക. അവന് വേണ്ടതൊക്കെ കൊടുക്കുന്നു, പണമുണ്ട്, സൗഖ്യമുണ്ട്, എല്ലാ വിധത്തിലും അവൻ ബഹുമാന്യനാണ്, വളരെ സുഖകരമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ നന്മയൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇയ്യോബ് ഇങ്ങനെ ആയിരിക്കുന്നത്. അല്ലേ, നീ ഒന്ന് നോക്ക് എന്ന് ദൈവത്തെ വെല്ലുവിളിക്കുക. അപ്പം ഇങ്ങനൊരു വെല്ലുവിളിയുടെ മുന്നിൽ ദൈവം അങ്ങനെ പരാജയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നീ നിൻ്റെ പാട്ടിന് പോടാ, അല്ലേ, അസത്തേന്നോ അല്ലേ, ദൈവം അങ്ങനെയൊന്നും വിളിക്കത്തില്ലായിരിക്കും. നീ പൊക്കോന്നങ്ങ് പറഞ്ഞാൽ തന്നെ അവൻ അവിടെ നിന്ന് പൊക്കോളുമായിരിക്കും, അല്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നുവോ? പക്ഷേ വാസ്തവത്തിൽ ഇതൊരു വെല്ലുവിളി തന്നെയാണ്. പിശാച് ഒരു തിയോളജി ഉണ്ടാക്കുക, അല്ലെ പിശാചോളജി ഉണ്ടാക്കുക. എന്താ പിശാചോളജി? ഈ നന്മയൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് കുറേ പേര്, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ സുഹൃത്തുക്കൾ പറയും, നിങ്ങൾ എണ്ണയും മൈദമാവും ഒക്കെ കൊടുത്താണ് ആളുകളെ മതത്തിലേക്ക് ചേർക്കുന്നതെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കാണാറുണ്ട്. ഭോഷന്മാരാണ്. അങ്ങനെ ആരും ഒരാളുടെ ജീവിതത്തെ എല്ലാ കാലത്തേക്കുമായിട്ട് സമർപ്പിക്കാനൊന്നും പോകാറില്ല. തിരിച്ച് നമ്മളോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മൈദമാവും ഈ എണ്ണയൊക്കെ കൊടുത്ത ആളുകളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ 1000 രൂപയും കൂടെ മുടക്കിയാൽ നിങ്ങൾക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിന് ഉത്തരമില്ല. അങ്ങനെയൊന്നും ആരും ആരുടെ ജീവിതത്തെയും അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കില്ല. പക്ഷേ പിശാചിൻ്റേതായ തത്വശാസ്ത്രം അവൻ ഡെവലപ്പ് ചെയ്യുക. കുറേ പേര് ഇങ്ങനെ നിന്നെ സേവിച്ചു നിൽക്കുന്നത്, കുറേ പേരിങ്ങനെ നിന്നെ ആരാധിക്കുന്നത്, കുറേ പേര് അവരുടെ സമയവും ധനവും ഒക്കെ നിനക്ക് വേണ്ടി ചെലവഴിക്കുന്നത് നീ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. നീ 1000 രൂപ കൊടുക്കുമ്പോൾ അവർ വെറും 1 രൂപയുടെ കാര്യം നിനക്ക് തിരിച്ചു ചെയ്യുന്ന പരിപാടിയാണ്. നിൻ്റെ കയ്യിൽ ഇഷ്ടം പോലുണ്ട്, അത് നീ ചെലവാക്കി കുറേ പേരെയൊക്കെ കൈക്കലാക്കി വെച്ചേക്കുക. ഈ കാലത്ത് MP-മാരെയും MLA-മാരെയൊക്കെ വിലയ്ക്ക് മേടിക്കുന്ന കാലമാണ് എന്ന് പറഞ്ഞതുപോലെ, ദൈവമേ നീയും അതുപോലെ ഇഷ്ടം പോലെ നിൻ്റെ കയ്യിലുണ്ട്, അതിങ്ങനെ ലാവിഷായിട്ട് കൊടുത്ത് കുറേ പേരെ നിൻ്റെ പക്കലാക്കി നിർത്തിയിരിക്കുക എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഈ ആരോപണം അതിൻ്റെ മൊനയൊടിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല, ഇത് മൊനയൊടിച്ചില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിത്യതയിൽ പോലും പിശാച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമേ, അന്ന് നിന്നെ ഞാൻ ചലഞ്ച് ചെയ്തല്ലേ, അന്ന് നീ ഇയ്യോബിനെ വിട്ടു തന്നില്ല, നിനക്ക് ശരിക്കും പേടിയായിരുന്നു. അന്ന് ഇയ്യോബിനെ വിട്ടു തന്നിരുന്നുവെങ്കിൽ നീ ഈ പന്തായത്തിൽ പരാജയപ്പെട്ടേനെ. മാത്രമല്ല, ആത്യന്തികമായിട്ട് കാശ് കൊടുത്താണ് ഈ ആളുകളെയൊക്കെ നിന്റെ അണി ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വിശ്വസ്തരായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിന്നെ സേവിക്കുന്നതെന്ന് നിത്യത മുഴുവൻ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നേനെ. അതുകൊണ്ട് പിശാചിൻ്റെ വായ എന്നേക്കും അടയ്ക്കേണ്ടത് ആവശ്യമായിരുന്നു. വാസ്തവത്തിൽ ദൈവം ചെയ്തത് വളരെ ന്യായമായ ഒരു കാര്യം തന്നെയാണ്. മാനവജാതിയെ മുഴുവൻ വഴിതെറ്റിച്ച് അനേകായിരങ്ങളെ കോടികളെ നരകത്തിൽ കൊണ്ട് ചാടിക്കുന്ന മരണാധികാരിയായ പിശാചിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ ന്യായമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ദൈവം ഇയ്യോബിന് വേണ്ട കൃപകളൊക്കെ നൽകി അവൻ പിടിച്ചു നിന്നു. അവന് ഇതിനെല്ലാം അപ്പുറമായിട്ട്
അതിന് കോമ്പൻസേറ്റ് ചെയ്ത് അവനെ കൂടുതൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിത പന്ഥാവിലേക്ക് ദൈവം നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇയ്യോബിന് ഒരിക്കലും എന്നോട് അന്യായം ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റില്ല. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇയ്യോബിനെ കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കുമായിരുന്നു? ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ഈ പരീക്ഷ ഇയ്യോബിന് വന്നില്ലായിരുന്നെങ്കിൽ ഇയ്യോബിനെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നില്ല. നിങ്ങൾക്കിത് കേൾക്കേണ്ട ഈ ബുദ്ധിമുട്ടും വരത്തില്ലായിരുന്നു. മാത്രമല്ല, നിത്യതയിലൊക്കെ നമ്മൾ സ്വർഗത്തിലൂടെ ഇങ്ങനെ നോക്കി നടക്കുക, എവിടെ ആ ഇയ്യോബ്, ആ പുള്ളി ഇത്രയൊക്കെ കഷ്ടത സഹിച്ചിട്ടും എൻ്റെ ദൈവമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് വിശ്വാസം പിടിച്ചു നിന്ന ആ മനുഷ്യൻ എവിടെ? സ്വർഗത്തിലെ ഒരു സെലിബ്രിറ്റിയുമായിരിക്കും ഇയ്യോബ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇയ്യോബിനെ സംബന്ധിച്ച് ഈ കച്ചവടം കൊണ്ട് ഒരു നഷ്ടവും വന്നില്ല, വളരെ മനോഹരമായിരുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഈ സാഹചര്യത്തിൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ വാക്യത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യന് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം സാക്ഷിച്ചിരിക്കുകയാണ്, ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇയ്യോബ് 2 കാര്യങ്ങളിൽ വിജയിച്ചു. 1, ഇയ്യോബ് പാപം ചെയ്തില്ല. 2, ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ല. ഇവിടെ പാപം എന്ന് പറയുന്നത് മിസ്സിങ് ദ മാർക്ക്, അല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിലൊക്കെ ആ അതിക്രമങ്ങളും പാപങ്ങളും, ആ പാപങ്ങൾ മിസ്സിങ് ദ മാർക്ക്, അതായത് ദൈവം ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്താതിരിക്കുന്നതാണ് മിസ്സിങ് ദ മാർക്ക്. നമുക്കറിയാം, നമ്മുടെ ട്രെയിനൊക്കെ പലപ്പോഴും ലേറ്റാണ്, അല്ലേ? 10 മണിക്ക് വരുമെന്ന് പറയുന്ന ട്രെയിൻ ശരിയാ 10 മണിക്കായിരിക്കും വന്നത്, പക്ഷേ രാവിലെ 10 മണിക്ക് പകരം രാത്രി 10 മണിക്കായിരിക്കും വരുന്നത്. അത് അതിൻ്റെ ആ സ്കെഡ്യൂള്, അതിൻ്റെ ആ സമയവിവര പട്ടിക അനുസരിച്ച് എത്തേണ്ട സമയത്തെത്തുന്നില്ല. ഇതിനാണ് പാപമെന്നുള്ള വാക്ക്. ഇത് പഴയ നിയമത്തിൽ അതിന് തത്തുല്യമായിട്ടുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പാപത്തിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാറ്റഗറിയും കൂടെ പറയാറുണ്ട്, അതിക്രമങ്ങൾ. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, അതിക്രമങ്ങളിലും പാപങ്ങളിലും. അപ്പോൾ ഇവിടെ പാപം, അതായത് മിസ്സിങ് ദ മാർക്ക്, എത്തേണ്ട തലത്തിൽ എത്താതെ ഇരിക്കുക. ഈ ഒരു പ്രശ്നം കാരണം അവൻ ആത്മീകമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവം അത് പറയുക, ഈ മനുഷ്യന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും, ഇത്ര പരീക്ഷകൾ വന്നിട്ടും, ഇവനെ പിശാച് പേറ്റിക്കളഞ്ഞിട്ടും ഇവന് പാപം ചെയ്തില്ല. അല്ലെങ്കിൽ ഇവൻ ആത്മീകമായിട്ട് എത്തേണ്ട ഇടത്ത് എത്തേണ്ട സമയത്തെത്തി. ഇത് വലിയൊരു കൺസേൺ ആണ് കേട്ടോ. എത്തേണ്ട സമയത്ത് എത്തേണ്ട ഇടത്തെത്തുക എന്ന് പറയുന്നത് ശരിയാ. 10 മണിക്ക് ആ ട്രെയിൻ എത്തിയത് രാവിലേക്ക് പകരം വൈകിട്ടല്ലേ എത്തിയുള്ളൂ. നമുക്കൊക്കെ വലിയ ആശ്വാസമാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെ, ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞായറാഴ്ച ഒരു 4 മണിക്കൂർ ഞാൻ യോഗത്തിനൊക്കെ പോകുന്നുണ്ടല്ലോ, ആകപ്പാടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കുന്നത് ദൈവത്തിന് വലിയൊരു സൗജന്യം, വലിയൊരു കാര്യം കൊടുക്കുകയാണ്, ഞാനൊരു വിശ്വാസിയായിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയോ കൊടുക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഒരു ട്രെയിനിന് ഒരു സമയവിവര പട്ടികയുള്ളതുപോലെ ഒരു വിശ്വാസിക്കും ഒരു സമയവിവര പട്ടികയുണ്ട്. ഏത് സമയത്ത് എവിടെ എത്തണം എന്നൊരു സമയവിവര പട്ടികയുണ്ട്. നമ്മൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ, പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും കുപ്പിപ്പാലൊക്കെ കുടിച്ച് ജീവിക്കുന്ന അവസ്ഥയാ. ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു സമയവിവര പട്ടികയുണ്ട്. ഞാൻ എത്തേണ്ട ചില ആത്മീക നിലവാരങ്ങളുണ്ട്, ചില മേഖലകളുണ്ട്. ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ അത് പാപമാണ്. ക്രിസ്തീയ ലോകത്തിലെ ഒരു വലിയ ദുര്യോഗമാണ്. നമ്മൾ പാപമായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന, പാപത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിക്രമങ്ങൾ മാത്രമാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കള്ളു കുടിച്ചാൽ പാവമാണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ബീഡി വലിച്ചാൽ പാവമാണെന്ന് പറയും, ഒരുത്തനിട്ട് വെറുതെ അടി കൊടുത്താൽ പാവമാണെന്ന് പറയും, അല്ലെ കുത്തിക്കൊന്നാൽ പാവമാണെന്ന് പറയും, മ്ലേച്ഛമായത് കണ്ടാൽ പാവമാണെന്ന് പറയും, അല്ലെങ്കിൽ പോർണോഗ്രഫിക്ക് അടിമപ്പെട്ടാൽ പാവമാണെന്ന് പറയും, മയക്കുമരുന്ന് അടിച്ചാൽ പാവമാണെന്ന് പറയും. ഒരു പാപത്തിൻ്റെ ലിസ്റ്റ് പറയാനായിട്ട് നമ്മുടെ ഏതൊരു സമൂഹത്തിലും ചോദിച്ചാൽ അതിനകത്ത് ആകെയുള്ള ലിസ്റ്റിലുള്ളത് അതിക്രമങ്ങൾ മാത്രമാണ്. എന്താ ഈ അതിക്രമങ്ങൾ? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിക്രമങ്ങൾ.
ദേവാലയത്തിലെ അതിക്രമങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അതിക്രമങ്ങൾ ചെയ്യുന്നവര്, അതായത് കടന്നു പോകുന്നവര്, ദൈവം പറഞ്ഞതിന്, ദൈവം വെച്ച അതിരിനപ്പുറത്തേക്ക് പോകുന്നവര്, ക്രിസ്തീയ ഗോളത്തിൽ മുഴുവനും ഇന്ന് ഈ അതിക്രമത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. എന്നാൽ ഈ അതിക്രമവും ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പം ചിലർ പറയുന്നുണ്ട് ഡിവോഴ്സിന് പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യമാണെങ്കിലാകാം. ചിലർ പറയുന്നുണ്ട് അത്യാവശ്യം ആണെങ്കിൽ ഡിവോഴ്സ് ആകാമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഒരു റീമാരിയേജും കൂടെ ആകാം എന്നൊക്കെ പറയുന്നവരുണ്ട്. അതും ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും ഭക്തന്മാരായ വിശ്വാസികളൊക്കെ അതിക്രമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാ, പക്ഷേ പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ല. പാപമെന്നുള്ള കാറ്റഗറിയിലുള്ള ആ പേരിനാൽ അറിയപ്പെടുന്ന കാര്യമാണെങ്കിലും യഥാർത്ഥ പാപത്തെക്കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരല്ല. അതെന്താ? എത്തേണ്ട സ്ഥലത്ത് എത്താൻ കഴിയാതെ പോവുക, ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാൻ കഴിയാതെ പോവുക, ആത്മീകമായിട്ട് വളരേണ്ട അവസ്ഥയിൽ വളരാനായിട്ട് കഴിയാതെ പോവുക, ദൈവത്തിൻ്റെ പ്രതീക്ഷ സൂക്ഷിക്കാൻ കഴിയാതെ പോവുക. അപ്പം ഇവിടെ ദൈവം പറയുന്ന അതാണ്. ഈ ഇയ്യോബുണ്ടല്ലോ, ഇവൻ ഇത്രയും പാടൊക്കെ സഹിച്ചെങ്കിലും, ഇത്രയും കുഴപ്പങ്ങളൊക്കെ സഹിച്ചെങ്കിലും ഇവന് പാപം ചെയ്യാതെ ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ച നിലവാരം കാത്ത് ഒരു വിശ്വാസിയായിട്ട് അവൻ തുടർന്നു. ദൈവത്തിനും അത് ഭയങ്കര സന്തോഷത്തിന് കാരണമാ. സാധാരണഗതിയിൽ ഇങ്ങനെയല്ല. പക്ഷേ ഇതാ ഈ വേജറ് പുറകിൽ നടക്കുക, അല്ലെ പന്തയം പുറകിൽ നടക്കുക, പിശാച് പറഞ്ഞേക്കുക ഇവൻ നിന്നെ തള്ളിപ്പറയുമെന്ന്. എന്നാൽ സ്വന്തം വാഗൊണ്ട് ഈ ഇയ്യോബ് തന്നെ ഒന്നിലധികം തവണ ഇല്ല, ഈ ദൈവം വലിയവനാണ്, അവൻ സർവാധികാരിയാണ്, നന്മ തരുന്ന നമ്മൾ തിന്മയെന്ന് വിളിക്കുന്ന കാര്യങ്ങളും അനുഭവിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഭയങ്കര തണുപ്പാണ്. എൻ്റെ മകൻ ഇയ്യോബ് അവൻ ഇത്ര പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടും ഇതാ അവൻ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ ഭാര്യയുടെ സാക്ഷ്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇയ്യോബേ, നീ നിൻ്റെ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക. പിശാചിൻ്റെ അതേ വാക്കുകൾ ഇതാ ഇയ്യോബിൻ്റെ ഭാര്യ പോലും പറയുക. അപ്പോഴും പറയുക, നീ പൊട്ടി സംസാരിക്കുന്നത് പോലാണ് സംസാരിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകൾ എത്രയാണ്. ആ നന്മകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ചില അനുഭവങ്ങൾ വന്നാൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യ ചെയ്യണമെന്നാണോ ഭാര്യയെ നീ പറയുന്നതെന്ന് ചോദിക്കുക. ഇയ്യോബിൻ്റെ ഈ ഒരു വിജയം ദൈവം ഭയങ്കരമായിട്ട് സകല മാനവജാതി അറിയാൻ വേണ്ടി എഴുതി രേഖപ്പെടുത്തി നമുക്ക് തന്നേക്കുക. ഇയ്യോബ് പാപം ചെയ്തില്ല. എന്ത് പാപമൊക്കെയാണ് ഇയ്യോബ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നത്? ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്തിൻ്റെ ലഭ്യതയനുസരിച്ച് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന ചില പാപങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു പോകാം. ഒന്നാമതായിട്ട് ഇയ്യോബ് ദൈവദൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇയ്യോബ് ദൈവത്തെ ദുഷിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ ദൈവം ആശ്രയിക്കാൻ കൊള്ളുന്നവനല്ല, ഇവൻ വിശ്വസ്തനല്ല, ഇവനെ അനുഗമിക്കാൻ കൊള്ളത്തില്ല. ഇതിൻ്റെ 28-ാം അധ്യായം ഒക്കെ തൊട്ട് ഇയ്യോബ് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീട് ഒരു തുറന്ന വീടായിരുന്നു, ഏതഗതിക്കും വന്ന് അവിടെ താമസിക്കാമായിരുന്നു, വസ്ത്രമില്ലാതെ എൻ്റെ പട്ടണത്തിൽ ആരും തണുപ്പ് കൊണ്ടിട്ടില്ല. ഇങ്ങനെ അനേക കാര്യങ്ങൾ അവൻ്റെ ആത്മീക വീക്ഷണം ഹേതുവായിട്ട് അനേക നന്മകൾ ചെയ്തവനാണ്. പക്ഷേ ഇപ്പോഴിതിന് അനുഭവിക്കുമ്പോൾ ഇവന് ദൈവദൂഷണം പറയാമായിരുന്നു. ഈ ദൈവത്തിന് അടിസ്ഥാനപരമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്. ആരാ നന്മ ചെയ്യുന്നത്, ആരാ സഹായിക്കുന്നത്, സ്വന്തക്കാരാരാണെന്ന് ഈ ദൈവത്തിന് അറിയത്തില്ല. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവശക്തിത്വത്തെക്കുറിച്ചൊക്കെ ഇയ്യോബിന് ദൂഷണം പറയാമായിരുന്നു. ഈ ദൈവം ശരിയാ, ഞാൻ എത്ര വർഷം ഇയ്യോബ് സേവിച്ചൊന്നും നമുക്കറിയത്തില്ല. 10 മക്കളും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഒരുവിധം നല്ല പ്രായമുള്ള ഒരു വയോധികനായിരിക്കാം ഇയ്യോബ്. എത്ര കാലമെങ്കിലും ആകട്ടെ, ഞാൻ ഇത്ര കാലം സേവിച്ച ഈ ദൈവത്തെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പുള്ളി ഒരു വിശ്വസ്തനല്ല, പുള്ളി ഒരു സർവശക്തനല്ല,
പുള്ളി ഒരു സർവാധികാരി അല്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ എനിക്ക്? ഒന്നാമതായിട്ട് ഇവന് ദൈവദൂഷണം, ബ്ലാസ്ഫമി അല്ലെങ്കിൽ ദൈവദൂഷണം നടത്താനുള്ള സകല സാധ്യതയുണ്ട്. നമുക്കറിയാം പിശാചിൻ്റെ ശ്രമവും അത് തന്നെ. ഇവനെ കൊണ്ട് ദൈവദൂഷണം പറയിപ്പിക്കണം. 1:10 നമ്മളത് വായിക്കുന്നുണ്ട്. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു, നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് പറഞ്ഞു. ഈ ദൈവം എന്നുള്ള ഒരാശയത്തിൽ ഒരു കാര്യവുമില്ല. എൻ്റെ അനുഭവം കണ്ടില്ലേ അല്ലേ? ഇങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. അപൂർവമായിട്ട് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരാണ്. ഒരുപക്ഷെ കുറേ കാലമൊക്കെ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ദൈവവും ഇല്ല ദേവനും ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചിലരെ നമ്മൾ കാണാറുണ്ട്. ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളോ മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളോ ആയിരിക്കാം. ഒരു പക്ഷെങ്കിൽ അവർ ഈ യോബിനെ പോലുള്ള ഒരു ഭക്തനായിരുന്നിരിക്കത്തില്ല ഒരിക്കലും. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ, അവർ നമ്മോടുകൂടെ ഉള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ നടക്കുമായിരുന്നു. ഇപ്പോഴ് അവർ നടക്കാത്തത് കൊണ്ട് അവർ നമ്മോടുകൂടെയുള്ളവരല്ല എന്ന് വ്യക്തമാണല്ലോ എന്ന് യൂദയെക്കുറിച്ച് കൂടെ ഉദ്ദേശിച്ചായിരിക്കാം യോഹന്നാൻ അവിടെ പറഞ്ഞത്. എന്തായാലും ഈ പിശാചിൻ്റെ വെല്ലുവിളി ഇതാ, ഇവൻ മുഖത്ത് നോക്കി ദൈവത്തെ ത്യജിച്ചു പറയും. ഇതായിരുന്നു പിശാചിൻ്റെ എക്സ്പെക്റ്റേഷൻ. ഇങ്ങനെയൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇയ്യോബ് അത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഭാര്യയും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇയ്യോബ് എന്നാ ചെയ്തത്? ഇയ്യോബ് 20-ാം വാക്യം 1:20, അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് ബൈബിളിൽ കാണുന്നിടമെല്ലാം ഓർത്തോണം, ആരാധിച്ചെന്ന് തന്നെയാണ്. സച്ചാഹ് എന്നുള്ള പദമാണ് ഈ നമസ്കരിച്ചു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആരാധിച്ചു എന്ന് തന്നെയാണ്. തൻ്റെ മക്കളുടെ ശവശരീരങ്ങൾ മത്തി അടുക്കുന്നത് പോലെ 1, 2, 3 ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുമ്പോഴും ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുക വഴി ഇയ്യോബ് ഡിക്ലെയർ ചെയ്തു, യെസ് ഹീ ഈസ് മൈ ലോർഡ്, എൻ്റെ ആരാധനാ പുരുഷൻ ഇവനാണ്, ഞാൻ ഈ ദൈവത്തെ ദുഷിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം വാസ്തവത്തിൽ ഈ ഇയ്യോബിന് ദൈവത്തെ ദുഷിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുകൂടെ പരിശോധിക്കാനാണ്. ഇയ്യോബിന് മാർക്ക് കൊടുക്കാനല്ല നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത്, നമുക്ക് ആത്മീയമായിട്ട് വളരാനാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സർവാധികാരിത്വത്തെക്കുറിച്ച്, സർവശക്തിത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സർവസ്നേഹിത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് സംശയാലുക്കളാകുന്നുണ്ടോ? തുറന്നു പറയുന്നില്ലായിരിക്കും, ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്, അതൊരു പാപമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും കർത്താവേ ഞാൻ കുലുങ്ങത്തില്ല, നീ ദൈവമാണ്, നിൻ്റെ ദൈവത്വത്തെ ഞാൻ സംശയിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരുറച്ച തീരുമാനം. ചെറിയാൻ സാർ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, എന്തും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനെന്നകം കലങ്ങി ചോദിക്കില്ല ഞാൻ, നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ അർപ്പിച്ച് ഞാൻ പാടും ദൈവം നല്ലവൻ. യെസ്, അതാണ് നമ്മളെക്കുറിച്ച് പരീക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ തലങ്ങളിലെങ്കിലും എപ്പോഴെങ്കിലും പരീക്ഷകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, എന്തേ ദൈവമേ ഇങ്ങനെ, നീ വിശ്വസ്തനാണെന്നാണല്ലോ ഞാൻ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മറ്റുള്ളവരോട് പറയുകയും എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്, എന്തേ ഇങ്ങനെ എന്ന് പറയുന്ന ആ സംശയത്തിൻ്റെ ചില നാമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ ഉണ്ടോ? നമ്മളെ തന്നെ പരിശോധിക്കണം. ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സിൻ. അതും ദൈവം വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. അതിക്രമം മാത്രമല്ല പാപം, അതിക്രമം മാത്രമല്ല തെറ്റ്, അതിക്രമം ചെയ്യരുതെന്ന് മാത്രമല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ആത്മീയമായിട്ട് നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥയിൽ ആയിരിക്കണം. എൻ്റെ ജീവിതാനുഭവങ്ങൾ എത്ര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞാണെങ്കിലും, എത്ര പ്രശ്നസങ്കീർണമാണെങ്കിലും ഈ ദൈവത്തോട് ചേർന്ന് ദൈവമേ നീ വിശ്വസ്തനെന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബ്ലാസ്ഫീമിയാണ് രണ്ടാമത്തേത്.
ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത്, അക്യൂസിങ് ഗോഡ് ഓഫ് ഇൻജസ്റ്റിസ്. ദൈവത്തിനെതിരെ അനീതി ആരോപിക്കുക. ദൈവത്തിനെതിരെ അനീതി ആരോപിക്കുക. ഈ ദൈവം ഫെയർ അല്ല. ഇങ്ങനൊന്നും ഞങ്ങൾ അത്രയൊന്നും ചിന്തിക്കാറില്ല അല്ലേ, അങ്ങനെ ഒരു ഇതൊന്നും. പക്ഷേ ചിലപ്പം ചില ജീവിതത്തിൻ്റെ ചില മൂലകളിൽ ചിലപ്പം നമ്മളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അയ്യോ, കോവിഡ് എല്ലായിടത്തും വന്നു, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അത് ആദ്യം വന്നു, അല്ലെങ്കിൽ അയൽപക്കക്കാർക്ക് വന്നില്ല, അയൽപക്കക്കാർ വിശ്വാസികളല്ല, അല്ലെങ്കിൽ പരീക്ഷയുടെ മാർക്ക് ഞങ്ങളിങ്ങനെ കർത്താവിനെയൊക്കെ സേവിക്കുന്നു, പക്ഷേ മാർക്ക് വരുമ്പോൾ ക്ലാസ്സിലെ ശങ്കരനും അല്ലേ ലക്ഷ്മിക്കുമൊക്കെ നല്ല മാർക്കുണ്ട്, വിശ്വാസിയായ എൻ്റെ മകൾക്ക് എൻ്റെ മകന് മാർക്കില്ല. അയ്യോ, എന്തേ ഇങ്ങനെ അല്ലേ? ദൈവം നീതിയുള്ളവനല്ല. ഞാൻ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടും എന്തേ ദൈവം എനിക്ക് തിരിച്ചു ചെയ്യുന്നില്ല? ഒരനീതിയുടെ ഒരു കണിക ദൈവത്തിൻ്റെ ഇടപെടലുകളിലുണ്ടോ? ഇങ്ങനെ സംശയിച്ചാൽ അത് പാപമാണ്. ദൈവത്തിന് ഒരു നീതിമാനായിരിക്കാനേ കഴിയത്തുള്ളൂ. ഇറ്റ് കനോട്ട് ബി അതർവൈസ്. അതെന്നാ കാര്യം? അനീതിമാനായ ഒരു ദൈവത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു ദ്രവ്യാഗ്രഹിയായ ഒരു ദൈവത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. ദൈവം ദ്രവ്യാഗ്രഹിയാണ്. ഭയങ്കര ആഗ്രഹമാണ് പണത്തിന് ദൈവത്തിന്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ശമ്പളം മേടിച്ച് പേഴ്സിലിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പേഴ്സ് അങ്ങ് പൊങ്ങിപ്പോ അല്ലേ, പറന്നു പോകും. എന്താ? ദൈവത്തിന് പണത്തോട് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ദൈവം ചെയ്യുന്നേ ഇല്ല. അതുപോലെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നോക്കുക. ദൈവത്തിൽ ഒരനീതിയും ഒരു ദുഷ്ടതയും ഉണ്ടെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുകയില്ല. അനീതിയോ ദുഷ്ടതയോ ഉള്ള ഒരു സർവശക്തൻ പിശാചിൻ്റെ അപ്പുറമായിരിക്കും. പിശാചിന് സർവശക്തിയില്ല, എന്നിട്ട് തന്നെ പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സർവശക്തനിൽ അനീതി ഉണ്ടെങ്കിൽ ഈ ലോകം നിലനിൽക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ രഹസ്യമായ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മൂലയിലിരുന്ന് ഒരു പ്രയാസം വന്നപ്പം പറയുക, ഈ ദൈവത്തിന് വലിയ നീതിബോധമൊന്നുമില്ല. കണ്ടില്ലേ, അയലോക്കത്തെങ്ങും കോവിഡ് വന്നില്ല, നേരിട്ട് കൊറിയർ വഴി ഇങ്ങോട്ട് അയച്ചു തന്നേക്കുക എനിക്ക്. മോനല്ലേ ഇരുന്നോട്ട്, ഇവനല്ലാതെ ഞാൻ ആർക്ക് കൊടുക്കാനാണ് എന്നുള്ള മട്ട അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ തലങ്ങളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ അത് പാപമാണ്. ഗോഡ് കനോട്ട് ബി അൺജസ്റ്റ്. ഒരു അനീതിമാനായ ദൈവം ഉണ്ടായിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുകയില്ല. ഈ ആരോപണം ഉന്നയിക്കാൻ ഞാനും നിങ്ങളും നിലനിൽക്കത്തില്ല. യോ, ദൈവത്തെ അനീതിമാൻ, കള്ളൻ എന്നൊന്നും വിളിക്കാനായിട്ട് നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവം നീതിമാനായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ തലത്തിൽ പോലും ദൈവത്തിൻ്റെ നീതിബോധത്തെ എന്താ ഇങ്ങനെ? ഈ പട്ടണത്തിലേക്കും ത്യാഗം സഹിച്ച് ദൈവത്തെ സേവിക്കുന്ന ഞാനാ, പക്ഷേ ഈ പട്ടണത്തിലേക്ക് ഏറ്റവും ദുഃഖിതൻ ഇപ്പോൾ ഞാനാണ്. ഇതെന്താണ് ദൈവമേ? ഇതെന്ത് നീതി അല്ലേ? പണ്ട് സമരത്തിനൊക്കെ വിളിക്കുമ്പോൾ ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം, സർക്കാരെ എന്ന് വിളിക്കുമായിരുന്നു അല്ലേ? ചിലപ്പോഴ് ജീവിതത്തിൻ്റെ ചില ഒഴിഞ്ഞ മൂലകളിലിരുന്ന് നമ്മളും ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കും, ഇതിൻ്റെ ന്യായം എന്നാ? നീ നീതിയുള്ളവനല്ലേ, എന്തേ ഇങ്ങനെ? അങ്ങനെ നമ്മൾ ചോദിച്ചാൽ അത് പാപമാണ്. യോബ് എന്നാ ചെയ്തേ? നേരത്തെ പറഞ്ഞു തന്നെ, നമ്മൾ മറ്റുള്ളവർ, ചുറ്റുമുള്ളവർ, ഭാര്യ പോലും ഇതൊരു അനീതിപരമായ കാര്യം. അതാ ഭാര്യ പറയുന്നത്, ദൈവത്തെ ഉപേക്ഷിച്ച് പറയണം, അത് ഡിക്ലെയർ ചെയ്യണം. ഒരു പരസ്യമെങ്കിലും നടത്തണം. യോബേ, ഈ വയ്യാത്ത അവസ്ഥയിൽ നീ ചെന്ന് ഈ ദൈവത്തെ ഞാൻ സേവിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല, അവൻ എന്നോട് അനീതി കാണിച്ചു, ഇപ്പം ഞാൻ ആകെ കുഴപ്പത്തിലാന്നൊരു പരസ്യമൊക്കെ നടത്തിയേച്ച് നീ പോയി ആത്മഹത്യ ചെയ്യണം. ഇതാ ഉപദേശം അല്ലേ? പക്ഷേ യോബ് എന്നാ ചെയ്തേ? ദൈവത്തെ ആരാധിച്ചു. യെസ്, യോബ് പാപം ചെയ്തില്ല. ദൈവം പറയുകയാണ്, യോബ് എനിക്കെതിരെ ഒരനീതിയും പറഞ്ഞില്ല, മറിച്ച് എൻ്റെ സർവാധികാരത്തെ അവൻ അംഗീകരിക്കുകയാണ് ചെയ്ത്. നന്മ തരുന്ന ദൈവത്തിന് ഇങ്ങനെയൊരു തിന്മയും തരാൻ
അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിൽ ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്താനായിട്ട് പോകുന്നില്ല. ഇനി മൂന്നാമത്, കംപ്ലൈനിങ് എബൌട്ട് ഗോഡ്സ് ക്യാരക്ടർ. ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരെ പരാതി പറയുക. അല്ലേലും ഇങ്ങനെ സ്വന്തക്കാർക്കിട്ട ആദ്യം പണി. എന്തോ ഒരു കുഴപ്പമുണ്ട് പുള്ളിക്ക്, അല്ലേ? നമ്മളൊക്കെ പറയും, അല്ലേ? ഈ ഇന്ത്യയിലെ പീഡനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തേ ദൈവമേ നീ ഇടപെടാൻ വൈകുന്നു? ഓരോ ആളുകളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക, എന്നിട്ട് അവർ വനത്തിലൊക്കെ പോയി താമസിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ലോകത്തിലെ പീഡന ശ്രേണിയിൽ ആദ്യത്തെ 10 വരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്ത് ക്രിസ്തീയ പീഡനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അനേക പാസ്റ്റർമാർ ജയിലില്ല, അനേക സുവിശേഷകന്മാർ ജയിലില്ല. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ഓർക്കും, കർത്താവേ നീ എന്നെ ഇടപെടാൻ താമസിക്കുന്നത്, എന്താ താമസിക്കുന്നത്? അന്നേരം ഇറങ്ങി നമ്മുടെ ആലപ്പുഴയിൽ രക്ഷാദൗത്യം പോലെ ഒരു നീണ്ട വടി വെച്ച് ഓരോരുത്തരും ഓരോന്ന് കൊടുക്കുക. ആരാടാ? എൻ്റെ മക്കളെ പീഡിപ്പിക്കാൻ. അതല്ലായിരുന്നോ നല്ലത്? എന്താ ഹെർമൻ സാറേ? എഫിഷ്യൻറ്റ്, ഫാസ്റ്റ് ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ്. ഈ ദൈവത്തിൻ്റെ ദീർഘക്ഷമ നല്ലതല്ല. ഇങ്ങനെ ക്ഷമിക്കാൻ പാടില്ല. ദിസ് ഈസ് എ ബിറ്റ് ടു മച്ച്, അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന, ആസാഫ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? 73-ാം സങ്കീർത്തനത്തിൽ, ദുഷ്ടന്മാരുടെ നന്മ കണ്ടപ്പോൾ എനിക്ക് പാപികളോട് അസൂയ തോന്നി. ഞാൻ ഇങ്ങനെയൊക്കെ സേവിച്ച് നടക്കുന്നു, പക്ഷേ എനിക്ക് ആകപ്പാടെ പ്രശ്നങ്ങളാ. തോന്നിയ പോലെ നടക്കുന്നവര്, അല്ലേ? കള്ളക്കടത്ത് നടത്തുന്നവർക്ക് നല്ല പണം, കൊള്ളത്തരം കാണിക്കുന്നവർക്ക് നല്ല പണം. അയ്യോ എൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോൾ. ഈ ദൈവത്തിൻ്റെ ക്യാരക്ടറിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. കൊള്ളരുതാത്തവരെ ദീർഘമായിട്ട് സഹിക്കുന്നു. അബ്യൂസിങ് ഗോഡ്സ് ക്യാരക്ടർ. ദൈവമേ, ഈ നിൻ്റെ രീതി, ഇത്രയധികം ക്ഷമിക്കുന്ന നിൻ്റെ രീതി അത്ര നല്ലതല്ല. എന്തോ നമുക്കൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയാലോ, ഇനി ദൈവം ചേഞ്ച് ചെയ്യണം, അതാത് സമയത്ത് സെറ്റിൽ ചെയ്യണം. റെഡി? റെസൊല്യൂഷൻ കൊണ്ടുവരട്ടെ. We the believers of Tirumala Assembly hereby resolve to request God that he may change his character. ഈ ദീർഘക്ഷമ അത്ര നല്ലതല്ല. വേണ്ടേ? വേണ്ട. എന്നാ കാരണം? അങ്ങനെ ചെയ്താൽ നെക്സ്റ്റ് മോമെന്റ് വി വിൽ ബി ഫിനിഷ്ഡ്. നമ്മൾ പിടിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദീർഘക്ഷമ കൊണ്ടാ. എത്രയോ കുഴപ്പങ്ങളും പാപങ്ങളും ആ നമ്മളിൽ. നമ്മൾ ചിലപ്പം വലിയ അകൃത്യങ്ങളൊക്കെ ചെയ്ത് വലിയ ഏടാകൂടമൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കാം നമ്മുടെ കണ്ണിലെങ്കിലും. പക്ഷേ ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച്, ദൈവത്തിൻ്റെ നിലവാരം അനുസരിച്ച് വളരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഒരു പാവം വരുമ്പം തന്നെ രക്ഷാപ്രവർത്തകനായിട്ട് വലിയ വടിയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് തലയ്ക്കൊരെണ്ണം തന്ന് അങ്ങ് തീർക്കുകയാണെങ്കിൽ ഈ റെസൊല്യൂഷൻ നടപ്പിലായോ എന്നറിയാൻ നമ്മളിൽ ആരും അടുത്ത ആഴ്ച വരെ ജീവിക്കത്തില്ല. അപ്പം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗ്ലോറിയസ് ക്യാരക്ടറാണ് അവൻ്റെ ദീർഘക്ഷമ. നാം മുടിഞ്ഞു പോവാതിരിക്കുന്നത് അവൻ്റെ കരുണ കൊണ്ടത്രേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. നാം മുടിഞ്ഞു പോവാതിരിക്കുന്നത് അവൻ്റെ കരുണ കൊണ്ടാ. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ക്യാരക്ടറിനെതിരെ നമ്മൾ മർമറി ചെയ്താൽ അത് പാപമാകുമായിരുന്നു. ഇയ്യോബിന് അതിന് വേണ്ടുവോളം ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇയ്യോബ് അതൊന്നും ചെയ്യുന്നില്ല. മറിച്ച് അവന് ദൈവത്തിന് കീഴ്പ്പെടുക. ഈ ദൈവം നല്ലവനാ, ഈ ദൈവം സർവാധികാരിയാ, ഈ ദൈവം ഇങ്ങനെ പലപ്പോഴും എന്നെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും ഒരു ദിവസം ഞാൻ ദേഹസഹിതനായി അവൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ മുഖം കാണും. ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ഹി ഈസ് ഓൾമൈറ്റി ഗോഡ്, ഹി ഈസ് എ ജസ്റ്റ് ഗോഡ്. ഒരു ദിവസം ഞാൻ അവൻ്റെ മുഖം കാണും. ഇനിയും നാലാമതായിട്ട് സംഭവിക്കാവുന്നത് ചലഞ്ചിങ് ഗോഡ്സ് വിസ്ഡം. ദൈവത്തിൻ്റെ ജ്ഞാനം. പുള്ളി സർവശക്തനാണ്, സർവാധികാരിയാണ്, പക്ഷെ ഒരല്പം മന്ദബുദ്ധിയാണ് എന്നൊക്കെ നമ്മൾ പറയിടയ്ക്ക്, അല്ലേ? അങ്ങനെ ചില മന്ദബുദ്ധികളായിട്ടുള്ള രാജാക്കന്മാർ ലോകത്ത് ഇപ്പോഴും ഉണ്ട്.
കിമ്മുൾ സുങ് സുങ്ങുൾ കിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണന്മാരുണ്ട്. പക്കാ മന്ദബുദ്ധികളാണ് അല്ലേ? അപ്പം നമ്മളും ചിലപ്പോൾ ദൈവം ഇങ്ങനെ ആയിരുന്നില്ല ഇത് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. ദൈവം ഇങ്ങനെ ആയിരുന്നില്ല ഇത് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് എവിടെയോ ഒരു ചെറിയ ജനറലി പുള്ളി ബുദ്ധിമാനാണ്, എന്നെക്കാളുമൊക്കെ ബുദ്ധിമാനാ. എന്നാൽ ഈ കാര്യം വന്നപ്പോൾ എൻ്റെ ബുദ്ധിയാണ് കുറെ കൂടെ നല്ലത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയതാ അല്ലേ. നമ്മുടെ ഈ ഹിമാലയ പർവ്വതത്തെ അതെടുക്കാൻ പറ്റത്തില്ല, എടുത്തിട്ട് അതിൻ്റെ ആറ്റങ്ങളിലുള്ള മുഴുവൻ ശൂന്യതയെ ഇങ്ങ് വലിച്ചെടുക്കുക ഒരു പമ്പ് ഉപയോഗിച്ച്. ഹിമാലയ പർവ്വതത്തിലെ എല്ലാ ആറ്റങ്ങളിലുമുള്ള ശൂന്യത ഇങ്ങ് വലിച്ചെടുക്കണം, സിറിഞ്ച് വെച്ചെടുക്കുന്ന പോലെ. എത്രയും കാണും ഹിമാലയ പർവ്വതം? നമ്മുടെ ഒരു കസേരയുടെ അത്രയും കാണും. എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയ പർവ്വതം ഉണ്ടാക്കിയത് ശൂന്യത കൊണ്ടാണ്. ആകപ്പാടെ ഇതിൻ്റെ ശൂന്യതയെല്ലാം കൂടെ മാറ്റിയാൽ ആകപ്പാടെ ഉള്ളത് ഒരു കസേരയുടെ അത്രയോ ഒരു ആംചെയറിൻ്റെ അത്രയൊക്കെയുള്ള സാധനങ്ങളെ അതിനകത്തുള്ളന്നേ. എത്ര വലിയവനായ, എത്ര ജ്ഞാനിയായ, സർവജ്ഞാനിയായ ദൈവത്തിന് ജ്ഞാനം പോരാ എന്ന് പറയുന്നത് എന്തോ ഒരു ജ്ഞാനക്കുറവല്ലേ. പക്ഷെ പലപ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ല ദൈവം ചിന്തിക്കേണ്ടത്, ഇന്നിടത്ത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കേണ്ടിടത്തല്ല നിൽക്കുന്നത്. നമ്മൾ നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ സർവജ്ഞാനിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കൈക്കീഴ് അമർന്നിരുന്നു കൊണ്ട് ദൈവമേ നീ എന്തു ചെയ്താലും നല്ലതാ. ആകപ്പാടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഇതെൻ്റെ വല്ല പ്രശ്നം കൊണ്ടാണോ എന്ന് മാത്രം പരിശോധിച്ച്, അതല്ലെങ്കിൽ ദൈവമേ നീ തരുന്നതൊക്കെ നല്ലതാ, നീ ബുദ്ധിമാനാണ്, ഇത് അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് എൻ്റെ നന്മയിൽ കലാശിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ സർവജ്ഞാനിത്വത്തിന് കീഴടങ്ങിയിരിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വിസ്ഡം പോരാ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത്, ടേണിങ് അവേ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് മാറിപ്പോകാൻ തീരുമാനിക്കുക. ഞാൻ പിണങ്ങി, ഇനിയും വേണ്ട. ഇത്രയും കാലമൊക്കെ കൊണ്ടും കൊടുത്തും ഞങ്ങൾ പോവുകയായിരുന്നു. ഇടയ്ക്ക് പനിയൊക്കെ വന്നിട്ടുണ്ട്, ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പോട്ടെ, അതൊക്കെ ഞാനങ്ങ് കണക്കിലെടുക്കുന്നില്ല. പക്ഷേ ദിസ് ഈസ് ടു മച്ച്, ഇനഫ്. പിശാചത പ്രതീക്ഷല്ലേ, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി തള്ളിപ്പറയും. അപ്പം ഇതായിരുന്നു പിശാചിൻ്റെ എക്സ്പെക്റ്റേഷൻ, ടേണിങ് അവേ ഫ്രം ഗോഡ്. ദൈവത്തെ വിട്ടുപോവുക, ഈ ദൈവത്തെ ഇനിയും വേണ്ട. 2 രാജാക്കന്മാർ 6:31 ഒരു രാജാവിൻ്റെ വാക്കുകളുണ്ട്. രാജാവ് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ആഹാബ് തന്നെയാണ്. പുള്ളി പറയുന്നത് ഇനിയും ദൈവത്തെ കാത്തിരുന്നിട്ട് എന്നാ കാര്യമെന്ന്. ഇനിയും ദൈവത്തെ കാത്തിരുന്നിട്ട് എന്നാ കാര്യം? 3.5 വർഷമായിട്ട് മഴയില്ല, പശുക്കളൊക്കെ ചത്തുപോയി, ആളുകളൊക്കെ പട്ടിണി കിടക്കുന്നു, കുഞ്ഞുങ്ങളെ വേവിച്ചു തിന്നുന്നു. ഇനി ഈ ദൈവത്തെ കാത്തിരുന്നിട്ട് എന്ത് കാര്യം? നമ്മൾ ഇത്രയൊന്നും പറയത്തില്ലായിരിക്കും. എന്നാലും ഇടയ്ക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ ദൈവത്തെ ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു ചെറിയ ടെംപ്റ്റേഷനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതും പാപമാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിക്രമം മാത്രമല്ല പ്രശ്നം കേട്ടോ, പാപങ്ങളും പ്രശ്നമാണ്. നമ്മൾ ആത്മീയമായിട്ട് എത്തേണ്ടിടത്ത് എത്താതിരിക്കുന്നത്, പ്രാപിക്കേണ്ട ആത്മീക വളർച്ച പ്രാപിക്കാതെ ഇരിക്കുന്നത്, വചനവായനയിൽ വേണ്ടത്ര സമയം കൊടുക്കാതെ ഇരിക്കുന്നത്, പ്രാർത്ഥനയിൽ വേണ്ടത്ര സമയം കൊടുക്കാതിരിക്കുന്നത്, ഇതെല്ലാം പാപമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ വിട്ടോടിയാൽ അതും പാപമാണ്. ഇനിയും 6-മതായിട്ട് ബിറ്റർനെസ് ആൻഡ് റിബല്യൻ. ദൈവത്തോട് റിബല് ചെയ്യുക, ദൈവത്തോട് മത്സരിക്കുക. ആദാമിന് പറ്റിയൊരു പ്രശ്നം അതായിരുന്നു അല്ലേ. അതാ ഒരു പാപം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ഒളിച്ചിരുന്നു. ദൈവം എന്നെ പിടിക്കൂലെന്നാണ്. പിള്ളേർ ഒളിച്ചേ കളിക്കുന്ന പോലെ അല്ലേ. പുള്ളി വിചാരിച്ചു ഒരു കാലത്ത് ഈ സാറ്റിൽ ദൈവം എന്നെ കണ്ടെത്താനായിട്ട് പോകുന്നില്ല, വലിയ മരത്തിൻ്റെ പിന്നിലാണ് ഒളിച്ചിരിക്കുന്നത്. ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഗാഡ്, ദൈവത്തോട് റിബല് ചെയ്യുക. പിശാച് റിബലിൻ്റെ ഉത്തമോദാഹരണമാണ്. ദൈവത്തിനെതിരെ അവൻ പ്രവർത്തിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് അന്നു മുതൽ ദൈവത്തിനെതിരെ ഇങ്ങനെ നടക്കുക. റിബല്യൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വർക്ക് അഗൈൻസ്റ്റ് ഗോഡ്. അങ്ങനെയും
ആയിപ്പോകുന്ന ചിലരുണ്ട്. ഇനിയും ഈ ദൈവത്തെ നോക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യോബിനെക്കുറിച്ച് ദൈവം പറയുന്നത് ഇവന് ഇങ്ങനെയൊന്നും പ്രതികരിച്ചില്ല, ബലേഫേഷ് വളരെ നന്നായിരിക്കുന്നു. ഇനി രണ്ടാമത് ഇവനെക്കുറിച്ച് പറയുന്ന സർട്ടിഫിക്കറ്റ്, ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇൻ ഓൾ ദിസ് ജോബ് സിൻഡ് നോട്ട് നോർ ചാർജ്ഡ് ഗോഡ് ഫുളിഷ്. ദൈവം ഒരു വിഡ്ഢിയാന, ഈ ലോകത്തിൽ നടക്കുന്നതൊന്നും പുള്ളി അറിഞ്ഞില്ല. ഇതൊരു സാധാരണ റെസ്പോൺസാണ്. നേരത്തെ പറഞ്ഞതൊക്കെ വലിയ ആക്റ്റീവായിട്ടുള്ള ദൈവത്തിനെതിരെയുള്ള മത്സരമൊക്കെ ആണെങ്കിൽ ഇത് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൂ, ദൈവം ഇതൊന്നും അറിയുന്നില്ല, പുള്ളിക്ക് ഇതൊന്നും വലിയൊരു വിഷയമല്ലെന്ന്. ഈ ലോകത്തിലെ ഇത്രയും വലിയൊരു സിസ്റ്റത്തെ റൺ ചെയ്തു കൊണ്ടുപോകുന്നതിനിടയ്ക്ക് എൻ്റെ ഈ ഒരു ചെറിയ കാര്യം അത്രയ്ക്ക് വലിയ വിഷയമൊന്നും ആയിരിക്കില്ല. അല്ലേ പിന്നെ ഇങ്ങനൊരു കാര്യം അനുവദിക്കുമോ? ഇറ്റ്സ് എ ബിറ്റ് ഫൂളിഷ്. ദൈവത്തിന് ഭോഷത്വം ആരംഭിക്കുക ദൈവം കാണിച്ചേ. ഇനിയും യോബ് ഒരു ദിവസം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ, യോബിന് ഇപ്പോഴും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ യോബ് തന്നെയായി ഇത് എഴുതിയെങ്കിലും യോബിന് അറിയായിരിക്കും. പണ്ഡിതന്മാർ പറയുന്നുണ്ട് യോബ് അല്ല എഴുതിയത്, വേറെ ഓതേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ യോബിന് ഇത് മനസ്സിലാണ് സ്വർഗത്തിൽ പോകണമായിരിക്കും, ഇതായിരുന്നു ഒരു പന്തയം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ സ്വർഗത്തിൽ പോകണമായിരിക്കും. അതുവരെ യോബ് ഒരു പിടിയും കിട്ടാതായിരിക്കും ഇരിക്കുന്നത്. യോബിന് അറിയത്തില്ല. അപ്പം ഇനി ഇതറിയുമ്പം വേണമെങ്കിലും ഇങ്ങനൊരു സില്ലി പന്തയത്തിന് എന്ന് ചാടിയത് എന്തിനാ ദൈവമേ അല്ലേ എന്ന് വേണേൽ ചോദിക്കാം. ഇല്ല, യോബ് ദൈവത്തിന് മണ്ടത്തരം ആരോപിച്ചില്ല, വിഡ്ഢിത്തരം ആരോപിച്ചില്ല. ദൈവമേ, നീ ഒരു കാര്യം ചെയ്താൽ അത് നല്ലതായിരിക്കും, അത് നിന്റെ രാജ്യത്തിന് നല്ലതായിരിക്കും, അതെൻ്റെ രാജ്യത്തിന് നല്ലതായിരിക്കും, ഞാനുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം നല്ലതായിരിക്കും. ഒരേ സമയം 1000 കാര്യങ്ങളെ റെക്കൺസൈൽ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നന്മ വരുത്തത്തക്ക വിധത്തിൽ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് കണ്ട് പ്രവർത്തിക്കുന്നവനാ ദൈവം. നമ്മളന്നേ പലപ്പോഴും ഇപ്പം സ്വർണത്തിന് വില കൂടുതൽ, അപ്പം ഇച്ചിരി കൊള്ള കാശ് മുഴുവൻ കൊടുത്ത് സ്വർണം മേടിച്ചു കളയാം. അപ്പം നാളെ വില കുറയുമ്പം തലയും ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കും അല്ലേ. ഇപ്പം മറ്റേനാൾ എന്നാൽ ഷെയറിലാകട്ടെ എന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഷെയറിൻ്റെ വില പോയി. ദൈവത്തെ സംബന്ധിച്ച് അവൻ ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളും കണ്ടിട്ട് തീരുമാനിക്കുന്നവനാ. ഈസ് എ വൈസ് ഗാഡ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോഴെങ്കിലും അയ്യോ ദൈവം ഇങ്ങനെയായിരുന്നില്ല വേണ്ടിയിരുന്നത്, നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിനേക്കാളും നല്ലത് അതായിരുന്നില്ലേ, എനിക്ക് എൻജിനീയറിങ് കിട്ടുന്നതിനേക്കാളും മെഡിസിൻ കിട്ടുന്നതായിരുന്നില്ലേ നല്ലത്, ഞാൻ ശ്രമിച്ചതുമാണല്ലോ അല്ലേ, മെഡിസിനേക്കാളും എൻജിനീയറിങ് കിട്ടുന്നതായിരുന്നില്ലേ നല്ലത്. നീ മുഴുവൻ കാര്യങ്ങളും വിശകലനം ചെയ്തതിൽ ഒരു തെറ്റ്, ഒരബദ്ധം, ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം, ഈ ദൈവം നല്ലവനാണ്, ഇവൻ സർവശക്തനാണ്, ഇവൻ സർവവല്ലഭനാണ്, ഒരു കാര്യത്തിലും തെറ്റുപറ്റാത്തവനാണ്. ഇവനെ അനുഗമിക്കുന്നവർ നിത്യതയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ സമ്പൂർണമായിട്ട് ഉള്ള ഉത്തരം ലഭിച്ച് എക്സൈറ്റ്മെൻറ്റിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇടയാകും. പണ്ടാരാണ്ട് പറഞ്ഞു സ്വർഗത്തിൽ പോകുന്നത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, 24 മണിക്കൂർ വരുന്ന ആരാധനയും പാട്ടും. ഇല്ല, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലെ തന്നെ ലക്ഷക്കണക്കിന് ഇൻ്റർവെൻഷൻസിൻ്റെ പൊരുള്. എന്തുകൊണ്ട് അന്ന് ദൈവമേ നീ അത് ചെയ്തു, എന്തുകൊണ്ട് അന്ന് ആ കോവിഡ് അയച്ചു, അന്ന് ആ പനി അയച്ചു, അന്ന് അങ്ങനെ ചെയ്തു, അന്ന് ആക്സിഡൻറ്റ് വന്നു, അന്ന് ആ പ്രിയപ്പെട്ടവരുടെ മരണം വന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ദൈവം എങ്ങനെയാണ് എന്നെ സഹായിച്ചെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട്, ആർക്കമിഡീസ് യുറേക്ക എന്ന് പറഞ്ഞ് വെള്ളത്തിൽ നിന്ന് പുറത്ത് ചാടിയതുപോലെ സ്വർഗത്തിൽ എല്ലായ്പ്പോഴും ഒരുപക്ഷെ നമ്മൾ ഇരിക്കത്തില്ലായിരിക്കും, ജമ്പിങ് ആയിരിക്കും. യെസ് ഗാഡ്, യു ആർ എ ഗ്രേറ്റ് ഗാഡ്, യു ആർ എ മൈറ്റി ഗാഡ്, യു ആർ ആൻ ഒംനീഷ്യൻ ഗാഡ്, നീ വല്ലഭനാണ് എന്ന് പറഞ്ഞ ദൈവത്തെ അത്യുത്സാഹത്തോടെ നമ്മൾ ആരാധിക്കുന്നവരായി തീരാനായിട്ടിടയാകും. ഈ ദൈവത്തിന് യാതൊരു വിഡ്ഢിത്തരവും മണ്ടത്തരവും ഫൂളിഷ്നെസ്സും വരാൻ ഒരു സാധ്യതയുമില്ല. മാത്രമല്ല ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആ ദൈവോദ്ദേശം നമ്മൾ സ്വർഗത്തിൽ കണ്ട് അവനെ കൂടുതൽ ആരാധിക്കാനായിട്ട് ഇടയാകും. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളുടെ നടുക്ക്, പ്രശ്നങ്ങളുടെ നടുക്ക്, പരീക്ഷകളുടെ നടുക്ക്, അത് എത്ര വർഷം നീണ്ടു നിൽക്കുന്നതായാലും
ഈ ദൈവത്തെ തന്നെ പിടിക്കാം. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.